നമസ്കാരം. ജാതക കഥകളിലെ മൂന്നാമത്തെ കഥ കുരങ്ങനും വാനമ്പാടിയും. വാനമ്പാടി ഹിമാലയത്തിൻ്റെ താഴ്വരയിൽ ഒരു മരത്തിൽ കൂടുകൂട്ടി. മഴയും വെയിലുമൊന്നും ഏൽക്കാത്ത നല്ല ഭംഗിയുള്ള കൂട്. മഴക്കാലമായി, ഇടമുറിയാത്ത മഴ. വാനമ്പാടി സുഖമായി കൂട്ടിലിരിക്കുകയാണ്. അപ്പോഴാണ് കുരങ്ങൻ നനഞ്ഞു കുളിച്ച് ആ മരത്തിൻ്റെ ചുവട്ടിലെത്തിയത്. തണുപ്പുകൊണ്ട് അവൻ്റെ പല്ലുകൾ കൂട്ടിയിടിച്ചുകൊണ്ടിരുന്നു. കുരങ്ങൻ്റെ സ്ഥിതി കണ്ട വാനമ്പാടി ഉപദേശിക്കാൻ തുടങ്ങി. കുരങ്ങച്ച, നിന്റെ കൈയും കാലും തലയുമൊക്കെ മനുഷ്യരുടേതുപോലെയാണല്ലോ. എന്നിട്ടും അവർ ചെയ്യുന്നത് പോലെ നീ എന്താ താമസിക്കാൻ ഒരിടം കണ്ടുപിടിക്കാത്തത്? അത് കേട്ട കുരങ്ങൻ ദയനീയമായി പറഞ്ഞു, എന്തു പറയാനാ, എൻ്റെ കൈയും കാലും മുഖവുമൊക്കെയേ മനുഷ്യരുടേതുപോലെയുള്ളൂ. മനുഷ്യർക്ക് ദൈവം കൊടുത്ത ഒരു വരം എനിക്ക് കിട്ടിയിട്ടില്ല, ബുദ്ധി. അതിൻ്റെ കുറവ് കൊണ്ടാണ് ഈ കുഴപ്പമെല്ലാം. വാനമ്പാടി പിന്നെയും കുരങ്ങനെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. അതൊന്നുമല്ല കാര്യം, നീ ചപലനാണ്. അവിടെയും ഇവിടെയും ചാടി നടക്കും. നന്നായി അധ്വാനിച്ചാലേ ഒരു വീടുണ്ടാക്കാൻ പറ്റൂ. നിന്നെപ്പോലെ മനസ്സുറപ്പില്ലാത്തവർക്ക് അതാവില്ല, അത്ര തന്നെ. അനുഭവിച്ചോ ഈ തണുപ്പും മഴയുമെല്ലാം. വാനമ്പാടിയുടെ ഉപദേശവും കുറ്റപ്പെടുത്തലും ഒന്നും കുരങ്ങച്ചൻ അത്ര പിടിച്ചില്ല. അവൻ മരത്തിൻ്റെ മുകളിലേക്ക് കുതിച്ചു കയറി. അത് കണ്ട വാനമ്പാടി ജീവനും കൊണ്ട് പറന്നു. കുരങ്ങച്ചൻ വാനമ്പാടിയുടെ ആ നല്ല കൂട് തല്ലിത്തകർത്ത് അരിശം തീർത്തു. ആസ്ഥാനത്ത് ഉപദേശിക്കാൻ പോയാൽ ഇതാണ് അനുഭവം. നന്ദി.